ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു കുഞ്ഞ് റൈഫിൾ നിർമ്മിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റൈഫിളിന് വലിയ ഡിസൈനിങ് ഒന്നുമില്ല കേട്ടോ. ഈ കാണുന്ന രീതിയിൽ 2 ചെറിയ പീസുകൾ കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് 2 ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ ടീ കൂടെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ആകൃതിയിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊരു ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അതിനായിട്ട് കമ്പി ചൂടാക്കിയിട്ടാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്പീക്കർ വയറാണ് കേട്ടോ. ഇനി നമുക്ക് ഹോളിൻ്റെ അകത്തേക്ക് ഇടാം. അതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് ഹോളിൽ കൂടെ ഒരു ഇത്തിരി വയർ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൈപ്പ് ഫിക്സ് ചെയ്തെടുക്കാം അല്ലേ. ഫ്രണ്ട്സ്, ഇതിനകത്ത് വലിയ ഡിസൈനിങ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തതെന്ന് മാത്രം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ലൈറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ എല്ലാ പാർട്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് ലിക്വിഡാണെന്നാൽ ബ്യൂട്ടേൻ ആണ് കേട്ടോ. നമ്മൾ ബ്യൂട്ടേൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു റോക്കറ്റ് എല്ലാം നിർമ്മിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തീ കൈകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് കൂടെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ ആവശ്യം വരുന്നത് ലൈറ്ററിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് മാത്രമാണ് കേട്ടോ. നമുക്കിതിൽ ആവശ്യം വരുന്നത്. അതുപോലെ ഈ സ്വിച്ച് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ബേസ് ചെയ്താണ് വർക്കാവുന്നത് കേട്ടോ. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്തെന്നാൽ ക്രിസ്റ്റൽ പോലെയുള്ള ചില മെറ്റീരിയലിൽ നമ്മൾ മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രിക്കൽ ചാർജ് ജനറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കർ വയറിൻ്റെ എൻഡിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് റിമൂവ് ചെയ്യാമല്ലേ. ഇനി നമുക്ക് നമ്മുടെ വയറിൻ്റെ 2 എൻഡും ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യാണ് കേട്ടോ. സ്പീക്കർ വയറിൻ്റെ എൻഡിൽ നമ്മൾ ലൈറ്ററിൻ്റെ സ്വിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അതിലൊന്ന് കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിത് കവർ ചെയ്യാതിരുന്നാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ സ്പീക്കർ വയറും വയറിൻ്റെ എൻഡിൽ കണക്ട് ചെയ്ത നമ്മുടെ ലൈറ്ററിൻ്റെ സ്വിച്ച് എല്ലാം തന്നെ പൈപ്പിൽ ഫിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മുടെ പൈപ്പിൻ്റെ എൻട്രൻസിൽ ഒരു ഇത്തിരി പേപ്പർ പൈപ്പിനകത്ത് ഇട്ട ശേഷം ഞാൻ ഹാർഡ് ഗ്ലൂ യൂസ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്പീക്കർ വയറിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ സ്പാർക്ക് വരുന്നത് നമുക്കിപ്പോൾ കാണാം അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ കൂടെ ലൈറ്റായിട്ട് ഒരു ടേപ്പ് ചുറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഗ്രിപ്പിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ടേപ്പ് ചുറ്റിയെടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഐസോപ്രോപ്പിൽ ആൽക്കഹോളാണ് ഞാൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ.
ഇത് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റോറിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്തും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരല്പം ബോട്ടിലിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ബോട്ടിലിൽ നന്നായിട്ട് കുലുക്കിയെടുക്കണം. നമുക്കിനി ഈ IPA ഈ ബോട്ടിലിന് ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ബോട്ടിൽ 2-3 ടൈം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണ് കേട്ടോ. എന്തിനെന്നാൽ ഓക്സിജൻ ബോട്ടിലിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ടാണ്. ഇനി നമ്മൾ ബോട്ടിൽ റൈഫിൽ സെറ്റ് ചെയ്ത് എന്താ സംഭവിക്കാതെ നോക്കാം. ഇനി നമ്മൾ ലൈറ്ററിൻ്റെ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.